Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Then നമ്മൾ വെന്റിലേറ്റർ ചാപ്റ്റർ തുടങ്ങിയായിരുന്നോ? സ്റ്റാർട്ട് ചെയ്തോ? ഇല്ലല്ലോ. Yes, അതെ, ma'am. ma'am. തുടങ്ങി. അതിനി ഈ ഒരു ക്ലാസ്സും കൂടെ ഉള്ളതുള്ളൂ. ഓക്കെ. നിങ്ങളുടെ സെക്കൻഡ് ബാച്ചിന് അന്ന് തുടങ്ങാൻ പറ്റിയില്ല. ഏത് ക്ലാസ് ആണെന്ന് ഡൗട്ട് ചോദിച്ചു. ഓക്കെ. അപ്പോ Ma'am, your airway includes full ആയിട്ട് എടുത്തു. ഇനി എടുക്കേണ്ടത് what are the benefit of mechanical ventilation? ഓക്കെ. നൂൺ ബാച്ചിന് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അത് ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്കാണോ എന്ന് ഡൗട്ട്സ് തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ. അപ്പോ ഓക്കെ, വാട്ട് ആർ ദ ബെനിഫിറ്റ് മെക്കാനിക്കൽ വെന്റിലേഷൻ? ആ പോയിന്റ് പറഞ്ഞായിരുന്നോ? അവിടെ ഇവിടെ വരെയല്ലേ നിർത്തിയത്? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമ്മളിപ്പോ വെന്റിലേറ്റർ എന്താണെന്നൊക്കെ കണ്ടു, അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസിനാണ് നമ്മൾ വെന്റിലേറ്റർ ഉപയോഗം യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാം വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ. അല്ലെ, വെന്റിലേറ്ററിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇതിന്റെ വെന്റിലേറ്ററിൽ നമ്മൾ പേഷ്യൻസിനെ കിടത്തുന്നത് കൊണ്ട് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു പോയിന്റ് ഔട്ട് എനിക്ക് പറഞ്ഞിരിക്കുകയാണ്, നോക്കാം. ഫസ്റ്റ് വൺ, the patient does not have to exert as much effort to breathe. അല്ലെ, അതായത് എന്താണ്, പേഷ്യന്റ് ബ്രീത്തില് കൂടുതൽ പ്രയത്നിക്കാനായിട്ട് രോഗി ഇഷ്ടപ്പെടുന്നില്ല എന്ന്. കാരണം ഇഷ്ടപ്പെടുന്നില്ല മീൻസ് രോഗിക്ക് കൂടുതൽ ശ്വസിക്കാനായിട്ട് ബ്രീത്തിങ് എടുക്കാൻ പറ്റുന്നില്ല. അല്ലെ, അപ്പോ ഈ ഒരു വെന്റിലേറ്റർ യൂസ്ഫുൾ ആണ്. സെക്കൻഡ്, the patient's breathing is likely to become normal. അല്ലെ, അതായത് ശ്വാസം നോർമൽ ആയിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നു. അല്ലെ, അതായത് എന്താ മെയിൻ ആയിട്ട് പറഞ്ഞത് എന്താണ്, നമുക്ക് ബ്രീത്തിങ് എടുക്കാൻ ബുദ്ധിമുട്ട്. അല്ലെ, ഫസ്റ്റ് പോയിന്റ് ആണോ എന്നോട് പറയാം. The patient does not have to exert as much effort to breathe. പേഷ്യൻസ് ഭയങ്കര എഫേർട്ടില് ബ്രീത്ത് എടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ഡസ് നോട്ട് ഹാവ് മീൻസ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ എന്താണ്, ആ പേഷ്യന്റിന് പറ്റുന്നില്ല എന്ന്. ബ്രീത്തിങ് എടുക്കാൻ പറ്റാത്ത പേഷ്യൻസിനാണല്ലോ നമ്മൾ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. സോ അത് വെന്റിലേറ്റർ അതുകൊണ്ട് പ്രയോജനം ആണ്, ബെനിഫിറ്റബിൾ ആണെന്ന്. ബ്രീത്തിങ് വളരെ ബുദ്ധിമുട്ടി ശ്വാസം എടുക്കേണ്ട ഈ ഒരു വെന്റിലേറ്ററിൽ നമുക്ക് ഓൾറെഡി ശ്വാസം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സേർട്ട് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കൂടുതലായിട്ട് അതിനെ എന്താ പറയാ ആസ്വാദിക്കുക, മീൻസ് കൂടുതൽ പ്രയത്നിക്കാൻ എന്നൊക്കെ പറയാം. സെക്കൻഡ് വൺ, the patient's breathing likely to become normal. അല്ലെ, അതായത് ശ്വാസം അല്ലെങ്കിൽ ആ ശ്വസനം ബ്രീത്തിങ് നോർമൽ നിലയിലാകാനായിട്ട് ഈ ഒരു വെന്റിലേറ്റർ സഹായകമാകുന്നു. മൂന്നാമത്തെ പോയിന്റ്, helps the patient receives as much oxygen as he or she requires. അല്ലെ, അവർക്ക് ആ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ സ്വീകരിക്കാൻ, ഓക്സിജൻ ലഭിക്കാൻ. അല്ലെ, ചിലപ്പോൾ ഓക്സിജന്റെ അളവ് കുറവുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും, ബ്രീത്തിങ് പ്രോബ്ലം വന്നിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോ അങ്ങനെയുള്ള പേഷ്യൻസിന് ഓക്സിജന്റെ അളവ് എന്താണ്, ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നതിന്. Then maintains a stable airway. അല്ലെ, എയർവേ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആൻഡ് പെർമിറ്റ്സ് മെഡിക്കേഷൻ ടു വർക്ക് ആൻഡ് ദ ബോഡി ടു മേക്ക് ബെറ്റർ. അത് ഒരുമിച്ചുള്ളതാണ്, അത് 4, 5 ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോ മെയിൻറ്റെയിൻ ദ സ്റ്റേബിൾ എയർവേ, സ്ഥിരമായിട്ടുള്ള ഒരു വായുമാർഗം നിലനിർത്തുക. അല്ലെ, അതായത് എയർവേ നിലനിർത്തുക. ഇപ്പൊ ട്യൂബൊക്കെ ഇട്ട പേഷ്യൻസിന് ആ ഒരു ട്യൂബിൽ കൂടി തന്നെ ശ്വസിക്കാനുള്ള ഒരു എയർ, ഓക്സിജൻ ഒക്കെ നൽകുന്നു. പെർമിറ്റ്സ് മെഡിക്കേഷൻസ് ടു വർക്ക് ആൻഡ് ദ ബോഡി ടു മേക്ക് ബെറ്റർ. അല്ലെ, അതായത് എന്താണ്, മരുന്നുകൾ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ആ മരുന്നുകൾ പ്രവർത്തിക്കുകയും ശരീരം മെച്ചപ്പെടുത്താനും അതുവഴി സാധിക്കുന്നു.
മീൻസ് മെയിൻ ആയിട്ട് പറഞ്ഞത് എന്താണ്, ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർക്കാണ് നമ്മുടെ വെന്റിലേറ്റർ ബെനിഫിറ്റബിൾ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്, ബ്രീത്തിങ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ബ്രീത്തിങ് ലെവല് നോർമൽ ആകാനും അതുപോലെ ആവശ്യത്തിനുള്ള ഓക്സിജൻ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ എയർവേ സ്റ്റേബിൾ ആക്കാൻ. എയർവേ എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മൾ പറഞ്ഞു മൂക്ക് അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് നോസ് അല്ലെങ്കിൽ മൗത്ത് ത്രോട്ട്, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ എയർവേ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ മീൻസ് നല്ല രീതിയിൽ ബ്രീത്തിങ് ലഭിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മെഡിക്കേഷൻസ് മരുന്നുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും ഇതുപോലെ തന്നെ നമ്മുടെ ബോഡി മെച്ചപ്പെടുത്താനൊക്കെ ഈ ഒരു വെന്റിലേഷൻ കൊണ്ട് സാധിക്കുന്നു. ജസ്റ്റ് പോയിന്റ് ആണ്, ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് നോക്കാം, റിസ്ക് ഓഫ് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ. ഇനി വെന്റിലേറ്ററിൽ കിടക്കുന്നതിനുള്ള റിസ്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ബെനിഫിറ്റുകൾ പറഞ്ഞു അല്ലെ. വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഇന്ന പേഷ്യൻസിന്റെ ബെനിഫിറ്റ്സുകൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും അതിനപ്പുറം കുറച്ച് റിസ്കുകളും നമ്മൾ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. Life can be saved by a ventilator. Nevertheless, like the other testaments, ventilators can cause future side effects. വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവൻ രക്ഷാ യന്ത്രമാണ് അല്ലെ, ഒരു ഉപകരണമാണ്. പക്ഷെ അതിന്റെ ഫ്യൂച്ചറിൽ ഭാവിയിൽ സൈഡ് ഇഫക്ട്സ് വന്നേക്കാം. This is more common if the patient is on a ventilator for a prolonged period. Prolonged period എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നീണ്ട കാലയളവില്, മീൻസ് നീണ്ട കാലയളവ് വെന്റിലേറ്ററിൽ കുറെ നാള് കിടക്കുന്ന ഒരു പേഷ്യൻസിന് എന്താണ് ഫ്യൂച്ചറിലെ സൈഡ് എഫക്ട്സ് വന്നേക്കാം. ഓക്കെ, a few of the most common risks connected with being on a ventilator include. എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു നീണ്ട കാലയളവിൽ ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിൽ സ്റ്റേ ചെയ്യുമ്പോൾ വന്നേക്കാവുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓരോ പോയിന്റ് ആയിട്ട് പറയാം, നോക്കാം. ഇൻഫെക്ഷൻ, ഫസ്റ്റ് വൺ ഇൻഫെക്ഷൻ. എങ്ങനെയൊക്കെയാണ് ഇൻഫെക്ഷൻസ് വരുന്നത് നോക്കാം. One of the main risks being on a ventilator with a breathing tube is infection. നമ്മൾ പറഞ്ഞു ശ്വസിക്കാൻ പറ്റാത്ത എയർവേസിന്റെ പ്രശ്നം വരുമ്പോൾ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ബ്രീത്തിങ് ട്യൂബ് ഇട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ അത് തൊണ്ടയിൽ കൂടിയൊക്കെ ആയിരിക്കും ബ്രീത്തിങ് ട്യൂബ് ഇട്ട് കൊടുക്കുന്നത്. അതിലൂടെയാണ് ഓക്സിജൻ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ബ്രീത്തിങ് ട്യൂബ് ഇൻഫെക്ഷൻ വരുന്നു. Fluid and mucus develop in the throat and windpipe can permit germs to pile up the breathing tube. These germs can then move into the lungs. This can increase the risk of developing pneumonia. Sinus infection are also usual with a breathing tube. അല്ലെ, അപ്പൊ നമ്മൾ പറഞ്ഞു ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് ശ്വസനം മീൻസ് ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രീത്തിങ് ട്യൂബ് ത്രോട്ടിൽ കൂടി ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ബ്രീത്തിങ് ട്യൂബില് ഫ്ലൂയിഡ്സും അല്ലെ ഫ്ലൂയിഡ്സും അല്ലെങ്കിൽ മ്യൂക്കസ് എന്ന് വെച്ചാൽ എന്താണ്, മ്യൂക്കസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. മീൻസ് ഒരു ശ്ലേഷ്മ തരം, നമ്മുടെ മൂക്കിനുള്ളിലൊക്കെ ഉള്ള ഒരു ശ്ലേഷ്മ തരമാണ്. അതായത് ഇപ്പൊ മൂക്കിൽ കൂടി ട്യൂബ് ഇട്ട പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, അതുപോലെ തൊണ്ടയിൽ കൂടി ട്യൂബ് ഇട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ മൂക്കിനുള്ളിലെ ഒരു ശ്ലേഷ്മ തരമാണ് ഈ മ്യൂക്കസ് എന്ന് പറയുന്നത്. അപ്പൊ മറ്റ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ഈ ഒരു മൂക്കിനുള്ളിൽ കാണുന്ന ഈ ശ്ലേഷ്മ തരം വന്ന് നിറയുമ്പോൾ അത് ഈ ട്യൂബിനുള്ളിൽ നിറയും അല്ലെ. അപ്പൊ ഈ ട്യൂബിനുള്ളിൽ ഒരു വഴുവഴുപ്പ് പോലത്തെ ഒരു സംഭവമാണ് അത്. അപ്പൊ അത് മീൻസ് അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ത്രോട്ട് ആണ് windpipe can permit germs to pile upon the breathing tube. ഇത് ജെംസ് അല്ലെ, അതായത് അണുക്കള് ഇങ്ങനെ ഈ മ്യൂക്കസും ഫ്ലൂയിഡൊക്കെ ആ ട്യൂബിന്റെ അടുത്തൊക്കെ വരുമ്പോൾ മൂക്കിനുള്ളിൽ നിറയുമ്പോൾ അത് ഈ ട്യൂബിലൂടെ ജെംസ് ആകാൻ സാധ്യതയുണ്ട്. അണുക്കള് ഈ ട്യൂബിനുള്ളിൽ പ്രവേശിക്കുന്നു. അപ്പോ ഈ ബ്രീത്തിങ് ട്യൂബിനുള്ളിൽ അണുക്കൾ പ്രവേശിക്കുമ്പോൾ ആ ട്യൂബിലൂടെ തന്നെ അണുക്കള് ആശ്വസിക്കുന്ന ആളുടെ ഉള്ളിലേക്ക് പോകുന്നത്. These germs can then move into the lungs. ഈ ട്യൂബിൽ കൂടി ഈ ജെംസ് എന്ത് ചെയ്യും, ലങ്സിലോട്ട് മൂവ് ചെയ്യും. This can increase the risk of developing pneumonia. ഇങ്ങനെയുള്ള ഒരു ഇൻഫെക്ഷൻ ഒക്കെ കയറുമ്പോഴാണ് അത് ന്യൂമോണിയ ആയിട്ട് മാറുന്നത്. Then സൈനസ് ഇൻഫെക്ഷൻ. സൈനസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പല്ലുകൾക്കില്ലേ, അതായത് പല്ലിന്റെ ഇൻഫെക്ഷൻസും വരാം. പല്ലുകൾക്ക് കേട് അല്ലെങ്കിൽ പല്ലിന് അങ്ങനെ ഒരു പല്ലുമായിട്ട് ഡെന്റൽ ഇൻഫെക്ഷൻസും സംഭവിക്കാം. Are also usual with the breathing tube. ആ ബ്രീത്തിങ് ട്യൂബിലൂടെയും ന്യൂമോണിയ ഒക്കെ വരാം. അതുപോലെ തന്നെ ഇതുപോലെ ഡെന്റൽ ഇൻഫെക്ഷൻസും സംഭവിക്കാം എന്നാണ് പറയുന്നത്. അതാണ് ഇൻഫെക്ഷനിൽ വരുന്നത്. ക്ലിയർ ആയോ ഇൻഫെക്ഷൻ? അതായത് നമ്മള് ബ്രീത്തിങ് ട്യൂബ് ഇടുകയാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ശ്വസിക്കാൻ വേണ്ടിയിട്ട് ബ്രീത്തിങ് ട്യൂബിലൂടെയാണ്, മൂക്കിലൂടെയും അല്ലെങ്കിൽ തൊണ്ടയിലൂടെയൊക്കെ ബ്രീത്തിങ് ട്യൂബ് ഇടുന്നത്. അപ്പോ ആ ഒരു ടൈമില്
ഇപ്പൊ നമ്മുടെ മൂക്കിലും മറ്റേ ഫ്ലൂയിഡും അതുപോലെ തന്നെ മ്യൂക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിനുള്ള ഒരു ഒരു വഴുവഴുപ്പുള്ള ഒരു ശ്ലേഷ്മതരമാണ്. അപ്പൊ അതിങ്ങനെ നമ്മുടെ മൂക്കിനുള്ളിൽ നിറയുമ്പോൾ അത് ജേംസ് ആയി മാറും, അണുക്കളായിട്ട് മാറും. ഈ ജേംസ് ആ ഒരു ട്യൂബിലൂടെ നമ്മുടെ ലങ്സിനുള്ളിലേക്ക് കിടക്കുന്നു. ലങ്സിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അത് ന്യൂമോണിയ ആയിട്ട് മാറാം. അതുപോലെ തന്നെ ഡെന്റൽ ഇൻഫെക്ഷൻസും സംഭവിക്കാം എന്നാണ് ഇൻഫെക്ഷൻസിൽ പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ ഇൻഫെക്ഷൻ? ഓക്കെ. Then second one, irritation. അല്ലെ, ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ബുദ്ധിമുട്ട്. ഇറിറ്റേഷൻസ് നോക്കാം. The breathing tube can tap against and irritate the throat or lungs. It can also make it hard to cough. അല്ലെ, നമുക്കറിയാം, നോർമലി നമ്മൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ ഒരു ട്യൂബ് ഇടുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ലെ, എന്തായിരിക്കും ഒരു ട്യൂബ് ഇടുമ്പോൾ ഒരു അവസ്ഥ എന്താണ്? മൂക്കിലൂടെ ട്യൂബ് ഇട്ട് കിടക്കുന്ന ഒരു പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ തൊണ്ടയിൽ കൂടി ട്യൂബ് ഇട്ടിരിക്കുന്ന പേഷ്യൻസ്, അവർക്ക് എപ്പോഴും ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കുടിക്കാനോ മീൻസ് അല്ലെങ്കിൽ ഒന്ന് അത്യാവശ്യം ചുമക്കാൻ പോലും സാധിക്കില്ല അല്ലെ. മേക്ക് ഇറ്റ് ഹാർഡ് ടു കഫ് അല്ലെ, അതായത് ത്രോട്ട് ബുദ്ധിമുട്ട് അല്ലെ, തടച്ചിലുണ്ടാകും. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, ചുമക്കാൻ പറ്റുമോ? ചുമച്ചിട്ടുണ്ടെങ്കിൽ ട്യൂബ് തൊണ്ടയിൽ കൂടി ട്യൂബ് ഇട്ടേക്കണല്ലേ, ചുമക്കാൻ പറ്റില്ല. ട്യൂബിൽ എന്തെങ്കിലും സംഭവിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരിക്കാം അല്ലെ. അപ്പൊ അതിനാണ് ആ ഒരു ഇറിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ത്രോട്ട് മീൻസ് ലങ്സിൽ ചലിക്കാൻ, അനങ്ങാൻ പറ്റില്ല, കിടന്ന കിടപ്പിൽ തന്നെ കിടക്കണം, ചുമക്കാൻ പറ്റില്ല, ഒന്ന് തുമ്മാൻ പറ്റില്ല. ഈ ചുമക്കണതും തുമ്മണതൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലെ, സഡൻലി വന്നു പോണതാണ്. പക്ഷെ ഇതിനൊന്നും നമുക്ക് ഇങ്ങനെ ട്യൂബൊക്കെ ഇടുന്നത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു കാര്യമാണ് ശരിക്കും അല്ലെ. Okay. Then vocal cord issue വരുന്നത് കേട്ടോ. നോക്കാം. A breathing tube goes through the voice box അല്ലെ, അതായത് നമ്മൾ പറഞ്ഞു ലാറിങ്സ്. ഈ ഒരു ബ്രീത്തിങ് ട്യൂബ് നേരെ പോകുന്നത് ലാറിങ്സിലോട്ടാണ്, വോയിസ് ബോക്സ്, which consists of when being on a ventilator. Ventilator, the breathing tube can harm the voice box. ഈ ഒരു ട്യൂബ് പോയിരിക്കുന്നത് എന്തിലേക്കാണ്? ട്യൂബ് പോകുന്നത് സ്റ്റക്ക് ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോ നമ്മൾ ഈ ഒരു ബ്രീത്തിങ് ട്യൂബ് നേരെ പോകുന്നത് നമ്മളുടെ വോയിസ് ബോക്സിലേക്കാണ്. സോ അവിടെ വോക്കൽ കോഡുകൾ ഉണ്ട്. സോ എന്തുകൊണ്ട് പേഷ്യൻസിന് സംസാരിക്കാൻ സാധിക്കില്ല? നമുക്കറിയാം, ട്യൂബ് ഇടുന്ന ഒരു പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സംസാരിക്കാൻ സാധിക്കുമോ? സംസാരിക്കാൻ പറ്റില്ല. ട്യൂബ് കണക്ട് ചെയ്ത് ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. The breathing tube can harm the voice box. ബ്രീത്തിങ് ട്യൂബ് വോയിസ് ബോക്സിനെ ഹാം ചെയ്തിരിക്കുകയാണ്. മീൻസ് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റാത്തൊരു അവസ്ഥയാണ് ഈ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻസിന് സംസാരിക്കാൻ സാധിക്കില്ല. ഓക്കെ. വോക്കൽ കോഡിലേക്ക് മീൻസ് ആ ഒരു നമ്മുടെ ലാറിങ്സിലോട്ട് പോയിരിക്കുന്നത് കാരണം സംസാരിക്കാനായിട്ട് സാധിക്കില്ല. Then next one, pulmonary edema. എന്താണ്? എല്ലാ ഐഡിയ ഉണ്ടോ? പൾമണറി എഡീമ എല്ലാ ഐഡിയ ഉണ്ടോ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? നോക്കാം. Pulmonary edema. The air sacs in the lungs can get filled up with fin. അല്ലെ, വിത്ത് ഫിൻ അല്ല കേട്ടോ, വിത്ത് ഫ്ലൂയിഡ് ആക്കണേ. അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഫ്ലൂയിഡ് ആണ് കേട്ടോ, ഫിന്നല്ല, ഫ്ലൂയിഡ് എന്നാക്കാം. റിലേറ്റഡ് ടു ലങ്സ് ആണ്. ഓക്കെ. The air sacs in the lungs can get filled up with fin. സോറി, ഫ്ലൂയിഡ് എന്നാക്കണം കേട്ടോ. ശ്വാസകോശത്തിൽ വരുന്ന നീർക്കെട്ട്. ഓക്കെ, നമുക്ക് ഇട്ടിട്ടുണ്ട് അറിയാവുന്ന ഒരാള്. അതായത് ശ്വാസകോശത്തിന്റെ ഉള്ളിൽ വരുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ, വായു സഞ്ചാരത്തിന്റെ ഒരു നീർക്കെട്ട്. ദെൻ നിങ്ങൾക്ക് അതൊന്ന് എഴുതിയെടുക്കാം. നോട്ട്ബുക്ക് ഉണ്ടോ കയ്യില്? നോട്ട്ബുക്ക് ഒന്ന് എടുക്കണേ. നോട്ട്ബുക്ക് എടുത്തോളൂ. ദെൻ നമ്മൾ നേരത്തെ ഈ ഒരു ചാപ്റ്ററിന്റെ എഴുതിയതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ എഴുതിക്കോളൂ. പൾമണറി എഡീമ ഹെഡിങ് കൊടുക്കാം. പൾമണറി എഡീമ എന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. പൾമണറി എഡീമ എഴുതിയോ?
Okay, എഴുതിക്കോളൂ. പൾമണറി എഡീമ a condition caused by too much too much fluid in the lungs. ലങ്സിൽ ഒത്തിരി ഫ്ലൂയിഡ് വന്ന് പറയുമ്പോൾ വരുന്ന നിർത്തിട്ട്. A condition caused by too much fluid in the lungs. A condition caused by too much fluid in lungs. Okay. Finish. Vocal code പറയാം. Finish. കഴിഞ്ഞോ? ഫസ്റ്റത്തെ എഴുതിയോ? പൾമണറി എഡീമ കംപ്ലീറ്റ് ആയോ? ഓക്കെ. then next എഴുതിക്കോളൂ. vocal code എഴുതിക്കോളൂ കേട്ടോ. vocal code. vocal code എന്ന് എഴുതാം. എഴുതിക്കോളൂ. two TWO. two കേട്ടോ. two bands of muscle. Two bands of muscle. Two okay. TWO. Two bands BANDS. bands. Okay. Two bands of muscle inside your voice box. Two bands of muscle inside your voice box that allow you to vocalize. Two bands of muscle inside your voice box that allow you to vocalize. Means ശബ്ദം പുറപ്പെടുവിക്കുന്ന നമ്മളുടെ ആ ഒരു സ്വരനാളി അല്ലെങ്കിൽ ശബ്ദം വോയിസ് പുറത്തേക്ക് വരുന്ന ആ ഒരു ഭാഗം സ്വരനാളി അല്ലെങ്കിൽ ശബ്ദനാളി എന്നൊക്കെ പറയാം. Okay. Allow you to vocalize. Okay. Complete ആയോ? Okay. Then next is blood clots. Laying in the same position for a long time can enhance the risk of blood clots forming. അല്ലേ? നിങ്ങൾ പറഞ്ഞു നമ്മൾ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ അനങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ? അനങ്ങാൻ പറ്റോ? എനിക്ക് ഇരിക്കാനൊക്കെ ഒന്ന് പറ്റോ? അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ എനിക്ക് പോകാൻ പറ്റോ ആൾക്ക്? ഇങ്ങനെയാ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക്? ആണോ? ഇല്ല. ആ കിടക്കുന്നോടത്ത് തന്നെ കിടക്കേണ്ടതായിട്ട് വരും. സോ ഈ ഒരു സെയിം പൊസിഷനില് ലോങ് ടൈമിൽ ഈ ഒരു വ്യക്തി കിടക്കുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവാനും സാധ്യതയുണ്ട്. അതാണ് ബ്ലഡ് ക്ലോട്ട്സ് അല്ലെ? നമ്മള് ഇപ്പോ ആ ഒരു പൊസിഷനിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ വരില്ല. ഇപ്പൊ നമ്മൾ ഒരു പണി അനങ്ങാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുക എന്ന് പറയും അല്ലെ? അപ്പൊ അതുപോലെ ഇത് ഒന്നും ചെയ്യാതെ ആ ഒരു അവസ്ഥയിൽ തന്നെ കിടക്കുന്ന ഒരു
വ്യക്തിയിൽ അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസിൽ ബ്ലഡ് ക്ലോട്ട്സ് സംഭവിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സെയിം പോയിന്റ് ഇവിടെ തന്നെയാണ് കേട്ടോ. നോക്കാം, സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. എന്താ ഡിമെൻഷ്യ കേട്ടിട്ടുണ്ടോ? ഡിമെൻഷ്യ, ഡിമെൻഷ്യ the term ആരും കേട്ടിട്ടില്ല? ഓക്കെ, ഡിമെൻഷ്യ മീൻസ് അബോധാവസ്ഥ അല്ലെങ്കിൽ മറവി. നമ്മള് ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളും വന്നേക്കാം. നോക്കാം, sedation related dementia. This can be resulted by sedative and many other medications provided to an individual who is on a ventilator with a breathing tube. അല്ലെ, അതായത് വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന ട്യൂബ് ഉപയോഗിച്ച് നൽകുന്ന, അതായത് മരുന്നുകൾ ട്യൂബിൽ കൂടിയാണല്ലോ മെഡിസിൻസും മറ്റും കൊടുക്കുന്നത്. അപ്പോ ഈ ഒരു മെഡിസിൻസിന്റെ സെഡേറ്റീവ്, വളരെ സെഡേഷനുള്ള മെഡിക്കേഷൻസ് ആയിരിക്കും കൊടുക്കുന്നത്. സെഡേറ്റീവ് എന്ന് വെച്ചാൽ അറിയാലോ, സെഡേഷൻ ആയിക്കോട്ടെ നമ്മൾ മയങ്ങി പോകുന്ന തരത്തിലുള്ള. അപ്പൊ അത്തരത്തിലുള്ള മെഡിസിൻസ് ചിലപ്പോ ഡിമെൻഷ്യയ്ക്കും സംഭവിക്കാം. അതായത് ആ ഒരു ബ്രീത്തിങ്ങിലൂടെ കൊടുക്കുന്ന ആ ഒരു മെഡിസിൻസിന് അത്രയും പവറുള്ള മെഡിസിൻസ് ആയിരിക്കും കൊടുക്കുന്നത്. സോ അവർക്ക് മറവിയൊക്കെ സംഭവിക്കാവുന്ന, മറവി അല്ലെങ്കിൽ അതുപോലെയുള്ള മറവി രോഗങ്ങള്, മറവി സംഭവിക്കാം എന്നാണ് പറയുന്നത്. ഡിമെൻഷ്യ എഴുതിയെടുക്കണോ നിങ്ങൾക്ക്? എഴുതണോ? ഡിമെൻഷ്യ എന്താണെന്ന് ചെറിയൊരു നോട്ട് എഴുതണോ? ഓക്കെ, എഴുതിക്കോളൂ. ഡിമെൻഷ്യ ഹെഡിങ് കൊടുക്കാം. ഡിമെൻഷ്യ ഹെഡിങ് കൊടുക്കട്ടോ. ഡിമെൻഷ്യ എന്നിട്ട് എഴുതിക്കോളൂ. loss of memory, loss of memory, loss of memory, language, memory, language, loss of memory, language, problem solving, and other thinking abilities എഴുതണേ. ഒന്നുകൂടെ പറയാം. loss of memory, language, problem solving and other thinking abilities. കംപ്ലീറ്റ് ആയോ? loss of memory, language, problem solving and other thinking abilities. ഒരു പ്രാവശ്യം പറയുന്നത് കേട്ട് എഴുതണ്ടേ? നിങ്ങൾ ഇത്ര വലിയ കുട്ടികളല്ലേ, കുഞ്ഞു കുട്ടികൾ ഒരു വട്ടം പറഞ്ഞാൽ മതിയല്ലോ അവർക്ക് സ്കൂളിൽ ടീച്ചേഴ്സ് നോട്ട്സ് കൊടുക്കുമ്പോ അല്ലെ. നിങ്ങൾക്ക് പയ്യെ സ്ലോ ആയിട്ട് ഇങ്ങനെ എഴുതോളൂ അല്ലേ. ഓക്കെ, പെട്ടെന്ന് എഴുതാൻ ശ്രമിക്കണേ. നെക്സ്റ്റ് നോക്കാം, ഫ്ലൂയിഡ് ഓവർലോഡ് അല്ലെ. ഫ്ലൂയിഡ് ഓവർലോഡ് വരുമ്പോ എന്താ സംഭവിക്കുന്നത് നോക്കാം. ദിസ് ക്യാൻ ബി caused by continuous infusion, drug toxicity and renal failure. എന്താ renal എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ renal failure കേട്ടിട്ടുണ്ടോ? റീനൽ കിഡ്നി ഫെയിലിയർ എന്ന് പറയില്ലേ നമ്മള്, അതിനെ തന്നെയാണ് റീനൽ എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് എഴുതി വെച്ചോളൂ. ഇനി അറിയില്ല എങ്കിൽ ഒന്ന് കിഡ്നി എന്നൊന്ന് വെള്ളം എഴുതി വെക്കാൻ പറ്റുകയാണെങ്കിൽ കിഡ്നി ഇത് എഴുതി വെക്കട്ടെ. അതിന്റെ ഇത് കിഡ്നി ഫെയിലിയർ അല്ലെ, അതായത് ശ്വാസകോശത്തിന് അല്ലെങ്കിൽ എന്താ കിഡ്നി തുടർച്ചയായിട്ടുള്ള ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെ ഇതുപോലെ ഭയങ്കര സഡേഷനുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഡ്രഗ്സുകളില്ലേ,
അതായത് പെട്ടെന്ന് തന്നെ വേദന മാറ്റാനും അങ്ങനെയുള്ള ഡ്രഗ്സുകളാണ് ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ എന്താ പറയാ കുറച്ച് പവർ കൂടിയ ഇൻഫ്യൂഷൻ ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നത് മൂലം എന്താണ് കിഡ്നി ഫെയിലിയർ വരാം. നമ്മൾ തന്നെ നമ്മൾ ആവശ്യമില്ലാത്തതിനും ഉള്ളതിനും എല്ലാത്തിനും മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടാകും അല്ലേ. പക്ഷെ അത് ഇല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു തലവേദന വന്നു അല്ലെങ്കിൽ ചെറിയൊരു വയറുവേദന വന്നു സഹിക്കാൻ പറ്റാത്തവരുണ്ട്. കുറച്ച് കുഞ്ഞു കുഞ്ഞു വേദനകൾക്ക് നമ്മൾ സഹിക്കാൻ പറ്റുന്നത് നമ്മൾ മെഡിസിൻസ് കഴിക്കാതെ തന്നെ മാറ്റാൻ ശ്രമിക്കുക അല്ലെ. ചിലവർ ഒട്ടും തന്നെ അവർക്ക് ചെറിയൊരു തലവേദന വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ മരുന്നെടുത്ത് കഴിക്കും, ഒരു പാരസെറ്റാമോളോ അങ്ങനെ മറ്റെന്തെങ്കിലും മെഡിസിൻ കഴിക്കും. ഈ കൂട്ടത്തിൽ ഉണ്ടാവും ചിലപ്പോ അങ്ങനെ എന്താ അങ്ങനെ മെഡിസിൻസ് എന്തെങ്കിലും ചെറിയൊരു ഇത് വന്ന് അപ്പൊ തന്നെ മെഡിസിൻ കഴിക്കുന്നവരുണ്ടോ? ഇല്ല, ആരുമില്ല. ഓക്കെ, ഇല്ലെങ്കിൽ നല്ലത്. പക്ഷെ നമ്മൾ ഇങ്ങനെ കൂടുതലായിട്ട് മെഡിസിൻസ് കഴിക്കുന്നത് കിഡ്നി ഫെയിലിയർ സംഭവിക്കാം അല്ലെ. ഇപ്പോ നിരന്തരമായിട്ട് സ്ഥിരമായിട്ട് മെഡിസിൻസ് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലെ. കുറെ പ്രായമുള്ളവരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ നിരന്തരമായിട്ട് ഡോസ് ഉള്ള മരുന്നാണെങ്കിലും അല്ലെങ്കിൽ ഡോസ് കുറഞ്ഞ മെഡിസിൻ ആണെങ്കിലും നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെഡിസിൻ കഴിക്കുന്നത് കിഡ്നി ഫെയിലിയറിന് കാരണമായേക്കാം. ഓക്കെ, ലങ് ഇഞ്ചുറി. ലങ് ഇഞ്ചുറി സംഭവിക്കാവുന്നത് നോക്കാം. ഈ വെന്റിലേറ്റർ ക്യാൻ കോസ് ലങ് ഡാമേജ് അല്ലെ. ഒരു വെന്റിലേറ്ററിന് നമ്മളുടെ ലങ്സ് ശ്വാസകോശം നശിപ്പിക്കാനും സാധിക്കും. ദിസ് ക്യാൻ ഒക്യൂർ ഫോർ സെവറൽ റീസൺസ്. എന്തൊക്കെ കാരണങ്ങളാലാണ് നമ്മുടെ ലങ്സിന് ഡാമേജ് സംഭവിക്കുന്നത് എന്നാണ് കേട്ടോ. ഫസ്റ്റ് വൺ, എയർ പ്രഷർ ഇൻ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. ശ്വാസകോശത്തിലെ ഒരു വായുമർദ്ദം സാധാരണ പരിധിക്കപ്പുറം പോകും. മീൻസ് നമ്മള് ഇത് എയർ മീൻസ് ഒരു വായു ഓക്സിജൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന്. പക്ഷെ അത് നോർമൽ ആയിട്ടുള്ള ഒരു വായുമർദ്ദത്തെക്കാൾ കുറച്ച് കൂടുതലായി പോകുന്നത്. Then air seep into the space between lungs and chest wall. That means pneumothorax. ഓർമ്മയുണ്ടോ pneumothorax എവിടെയെങ്കിലും? pneumothorax ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞതാണോ? ആണോ? യെസ്. എന്നിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ pneumothorax? കേട്ടിട്ടുണ്ടോ? എന്നിട്ട് ആരുടെ അനക്കില്ല, ഒന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ. pneumothorax ദാറ്റ് വേർഡ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്. ഓക്കെ, ഒരാളെങ്കിലും ഓർമ്മയുണ്ട്. ബാക്കി ഒരാൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സില്. എന്ത് pneumothorax നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇനി പറഞ്ഞാൽ ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഉണ്ടോ pneumothorax? ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന്. നമ്മൾ അതില് pneumothoraxന്റെ കാര്യം പറയുന്നുണ്ട്. ഞാൻ പിക്ചർ അടക്കം നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഓർമ്മയുണ്ടോ? ഓക്കെ, പിക്ചർ കാണിച്ചത് ഓർമ്മയില്ലേ? ശ്വാസകോശത്തിന്റെ ലങ്സിനും അല്ലെങ്കിൽ ശ്വാസകോശത്തിനും ആ ഒരു എന്താ ശ്വാസകോശത്തിന്റെ ആ ഭിത്തികൾക്ക് ഇടയിൽ ഉണ്ടാവുന്ന ഒരു വായു എയർ നിറയുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് പിക്ചർ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? എപ്പോഴെങ്കിലും ഓർമ്മ വന്നോ പിക്ചർ കാണിച്ചു തന്നത്? ആർക്കും ഓർമ്മയില്ല? ആർക്കും ഓർമ്മയില്ല pneumothorax? ഓക്കെ, നോക്കാം. ഓക്കെ, ഒരാൾക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് എന്തൊക്കെ ഓർക്കാൻ പറ്റുന്നില്ല? ഇപ്പൊ വന്നു, ഓർമ്മ വന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അന്ന് ഞാൻ പിക്ചർ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിക്ചർ സെപ്പറേറ്റ് ചെയ്ത് പിക്ചർ എടുത്ത് കാണിച്ചു തന്നതാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. അപ്പൊ ഇനി പഠിച്ച കാര്യങ്ങളൊന്നും മറന്നേക്കരുത്. നമുക്ക് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തൊക്കെ വരുമ്പോ ഞാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ നോക്കാം. അതായത് നമ്മളുടെ ശ്വാസകോശത്തിലും ഭിത്തികൾക്കിടയിലും എന്താണ് എയർ വന്ന് നിറയുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെ എയർ കൂടുതലായിട്ട് നിറയുമ്പോഴും അത് ശ്വാസകോശ തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്സിജൻ ടോക്സിറ്റി വെച്ചാൽ ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. ഓക്സിജനില് അതായത് ലങ്സിൽ ഓക്സിജന്റെ അളവ് വളരെ കൂടുന്ന ഒരു അവസ്ഥ. കൂടുമ്പോഴും അത് ലങ്സിനെ ബാധിക്കുന്നു. നമ്മൾ പറഞ്ഞു ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് എത്രയായിരുന്നു? നോർമൽ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ്? യെസ്, 96. അപ്പൊ അതില് ഒത്തിരി കൂടാനും പാടില്ല, പക്ഷെ അതില് കുറയാനും പാടില്ല. സോ ഓക്സിജന്റെ അളവ് കൂടുന്നതും ലങ്സിനെ ബാധിക്കുന്നു. ഓക്കെ, അത് ഓർമ്മയുണ്ട്. ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് ഏതോർക്കത്തെ ചോദിച്ചാലും പറയും അല്ലെ? പറയോ? ഇനി അറിയാത്തവർ ചിലപ്പോ ഉണ്ടാവും കൂട്ടത്തിൽ. ഉണ്ടാവില്ലേ? ഉണ്ടോ?
ഓക്കെ. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ വായിക്കാം. നമ്മൾ തുടങ്ങിയ വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ റെഗുലേഷൻ തുടങ്ങി നമ്മൾ റിസ്ക് വരെയാണ് ഇപ്പൊ വായിച്ചത്. അതുവരെ ഒന്ന് വായിക്കാം. വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു പോർഷൻ ആണ് അല്ലെ, കുഴപ്പമില്ല. പിന്നെ ചില മെഡിക്കൽ ടേമുകളാണ് നമ്മൾ എക്സ്ട്രാ നോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വല്ല മെഡിക്കൽ ടേമുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ തന്നിരിക്കുന്ന നോട്ട്സ് വെച്ചിട്ട് ഒന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് മനസ്സിലായിട്ടില്ല ഇതുവരെ? എന്ത് പറ്റി ഇത്രയും പറഞ്ഞിട്ട് ക്ലിയർ ആയില്ല? പേഷ്യന്റിന് മീൻസ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റില്ല. അത് റിസ്ക് ഉള്ള കാര്യമാണ് അല്ലെ. അതുകൊണ്ട് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ബ്രീത്ത് ചെയ്യുന്നത് ആൾക്ക് എഫേർട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. സോ വെന്റിലേറ്റർ യൂസ്ഫുൾ ആണ് അല്ലെ. നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ആ ഒരു അവസ്ഥയിലാണ് വെന്റിലേറ്ററിൽ കിടക്കുന്നത്. അപ്പോ പിന്നെ എന്താണ്, ഏത് ക്വസ്റ്റ്യൻ ഏതാണ് ഫസ്റ്റ് പോയിന്റ്? ലങ് ഇഞ്ചുറിയില് ഓക്സിജന്റെ ടു മച്ച് ഓക്സിജൻ ഇൻ ലങ്സ് നമ്മൾ പറഞ്ഞു. ഒരു മനുഷ്യ ശരീരത്തില് നോർമൽ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 96 ആണ്. അപ്പോ 96-ലും കൂടുതൽ എബവ്, വളരെ കൂടുതൽ എബവ് പോയിട്ടുണ്ടെങ്കിൽ അത് ലങ്സ് ഇഞ്ചുറിനെ ബാധിക്കുമെന്നാണ് പറഞ്ഞത്. മീൻസ് ഞാൻ അന്ന് എടുത്തപ്പോ പറഞ്ഞു ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റിൽ കൂടാനും പാടില്ല, ഒത്തിരി കുറയാനും പാടില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ഒത്തിരി ടു മച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ലങ്സിനെ ബാധിക്കും. ഓക്കെ, എന്തായാലും വായിച്ചോളൂ കേട്ടോ. അത്രയും വായിക്കാം. 5 മിനിറ്റ് സമയം തരാം, നിങ്ങൾ വായിച്ചോളൂ. എന്നിട്ട് അടുത്തൊരു കുഞ്ഞു പോർഷൻ കൂടി എടുക്കാനുണ്ട്. ഒരു ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഒരു ചാപ്റ്റർ തീരും. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നല്ലോ. എല്ലാ പോയിന്റ്സും നല്ലപോലെ വായിക്കുക. വായിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാ, നിങ്ങൾ സ്വയം ഒന്ന് മീനിങ് മനസ്സിലാക്കി പോകാം കേട്ടോ. നമുക്ക് അത്യാവശ്യം അറിയാവുന്ന മെഡിക്കൽ ടേമുകൾ ഇപ്പൊ പൾമണറി എഡീമ, അതുപോലെ തന്നെ വോക്കൽ കോഡൊക്കെ നമ്മൾ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. എല്ലാവരും എഴുതിയോ എനിക്ക് അറിയില്ല. കംപ്ലീറ്റ് ആകാത്തവരുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊന്ന് ഡിസ്കസ് ചെയ്തത് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളവരൊന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാം. പൾമണറി എഡീമയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ആ ടൈം എടുത്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഇറിറ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇപ്പൊ നമ്മള് നോർമലി നമുക്കിപ്പോ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ എന്താ വെള്ളം കുടിക്കാം, നമുക്കൊന്ന് എണീക്കാം അല്ലെ, നമ്മൾ നോർമൽ ഒരു പേഴ്സണ് പറ്റും. പക്ഷെ നമ്മൾ ഒരു ട്യൂബ് ഇട്ട്, നമ്മുടെ മൂക്കിൽ ട്യൂബ് ഇട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും അവിടെ കുറെ മീൻസ് എക്യുപ്മെന്റ്സുകളും ട്യൂബൊക്കെ ഇട്ട് കിടക്കുകയാണെങ്കിൽ നമുക്കൊരു എന്താ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ? നമുക്ക് എണീക്കാൻ പറ്റില്ല, ഒന്ന് വെള്ളം കുടിക്കണമെന്ന് തോന്നി എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, പിന്നെന്താ ഒന്ന് ചുമക്കണമെന്ന് തോന്നി ചുമക്കാൻ പറ്റില്ല, തുമ്മാൻ പറ്റില്ല ഇല്ലേ? അങ്ങനത്തെ ഒരു നമുക്ക് തന്നെ ഒരു ഫിസിക്കലി ഒരു ഇറിറ്റേഷൻ വരും അല്ലെ. അതിനെയാണ് ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ട്യൂബ് ഇടുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ട്യൂബ് ഇടുമ്പോ നമുക്കൊന്ന് കട്ടിലേക്ക് കിടക്കണമെങ്കിൽ ഒന്ന് ചരിഞ്ഞ് കിടക്കണമെന്നുണ്ടാവും. എപ്പോഴും ഒരേ പൊസിഷനിൽ കിടക്കുന്നത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നമ്മളുടെ ഒരു ഇതിന് വേണ്ടിയിട്ടൊന്ന് ചരിയണം, അങ്ങനെ ഒന്ന് എണീറ്റിരിക്കണം, ഒന്ന് നിവർന്ന് കിടക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ ട്യൂബ് ഇടുമ്പോൾ ഒന്നും സാധിക്കില്ല. അതുപോലെ ചുമക്കാൻ വന്നാലും ചുമ പിടിച്ച് നിർത്തിയേ പറ്റൂ. കാരണം ചുമച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്യൂബൊക്കെ പൊട്ടും അല്ലെ. സൈനസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെന്റൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഡെന്റല് പല്ലുകൾക്ക് വരുന്നത്. വായിലും ഇതൊക്കെ ട്യൂബ് ഇട്ട് കിടക്കുമ്പോഴേ പല്ല് ബ്രഷ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഈ ട്യൂബിൽ കൂടെയല്ലേ ഈ ഫുഡും കാര്യങ്ങളൊക്കെ പോകുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു മീൻസ് എന്തെങ്കിലും ഒരു ഡെന്റൽ ഇൻഫെക്ഷൻസും സംഭവിക്കാം.
മീൻസ് ലോങ് ടൈമില് കുറേ ദിവസമൊക്കെ വെന്റിലേറ്റർ കിടക്കുന്നവർക്ക് ഉണ്ടാവില്ലേ ആ പേഷ്യൻസിനൊക്കെയാണ് കേട്ടോ. ഒന്നാമതും 2 ദിവസം ഒന്നും റിസ്ക് ഒന്നും വരില്ല. പക്ഷെ നീണ്ട കാലയളവിൽ കിടക്കുന്നവർക്കാണ് ഈ റിസ്കും കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്നത്. ഓക്കെ. ഫീൽഡ് വിത്ത് ഫിന്നല്ല, ഫ്ലൂയിഡ് ആണ്. ഞാൻ പറഞ്ഞു ഫിന്നല്ല, അത് ഫ്ലൂയിഡ് ആക്കാം കേട്ടോ. പറഞ്ഞപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഫ്ലൂയിഡ് എന്നാക്കാം കേട്ടോ. ഞാൻ വായിച്ചപ്പോ പറഞ്ഞായിരുന്നു അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഫ്ലൂയിഡ് നിറയുന്ന അവസ്ഥ നമ്മൾ നോട്ട് എഴുതിയില്ലേ? പൾമണറി എഡീമ നോട്ട് എഴുതിയല്ലോ. റീനൽ ഫെയിലിയർ എന്താണ്? കിഡ്നി ഫെയിലിയർ എഴുതിക്കൊള്ളു കേട്ടോ. ഇനി അത് അറിയാത്തവരാണെങ്കിൽ നാളെ ഇതെടുത്ത് പോയി വായിക്കുമ്പോ എന്താണ് റീനൽ എന്ന് ചോദ്യം വന്നേക്കാം. നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ നമുക്കറിയാവുന്ന ഭാഷയില് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എഴുതിക്കോളൂ, ഇംഗ്ലീഷിലോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ അത് വായിക്കുമ്പോ നമ്മുടെ ഡൗട്ട്സ് വരാം. ടോക്സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷാംശം എന്നൊക്കെയാണ് അർത്ഥം. മീൻസ് അധികം ഡ്രഗ്സുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും മീൻസ് നമ്മുടെ ശരീരത്തിന് കേടാണല്ലോ. സൈനസ് എന്ന് പറഞ്ഞാൽ ഹെഡായിട്ട് റിലേറ്റഡ് ആണ്. അതായത് മെയിൻ ആയിട്ട് പറയുന്നത് എല്ലില്ലേ, എല്ലിന്റെ ഉള്ളിലൊക്കെ മീൻസ് ദ്രവിക്കുന്നവരൊക്കെ അവസ്ഥയില്ലേ, എല്ലിൽ സുഷിരം വരിക അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പൊ ഡെന്റലായിട്ടും അത് റിലേറ്റഡ് ആണ്. എല്ലും അങ്ങനെയുള്ള കാര്യങ്ങൾ മീൻസ് നമ്മുടെ ശരീരത്തിലെ എല്ലുകള് അതിന് ഇതുപോലെ തന്നെ നിർമ്മിക്കുക അല്ലെങ്കിൽ സുഷിരമൊക്കെ സംഭവിക്കുക എന്നൊക്കെയാണ് അതിന്റെ പേര് സൈനസ്. കംപ്ലീറ്റ് ആയോ? വായിച്ചോ? ആ ഓക്സിജൻ ആ ലാസ്റ്റ് പോയിന്റിന്റെ അവിടെ 96 എന്ന് എഴുതിയിട്ടോളൂ കേട്ടോ. ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് 96, നോർമൽ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് 96 എന്ന് എഴുതിയിട്ടോളൂ കേട്ടോ. പ്രോലോങ്ഡ് പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീണ്ട കാലയളവ്, ഒത്തിരി നാള്. ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് റിസ്ക് ഒന്നും വരുന്നില്ല. പക്ഷേ ചില പേഷ്യൻസ് ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചത്തോളം നീണ്ട കാലയളവിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവർക്കാണ് ഇങ്ങനെ റിസ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത്. ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് എഴുതിയിട്ടോളൂ 96 കേട്ടോ. നോർമൽ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് സ്ലൈഡിൽ എഴുതിയിട്ടോളൂ. ഇനിയപ്പോ അത് ആ ഒരു സെക്ഷൻ വായിക്കുമ്പോ അതും അതിനോടൊപ്പം തന്നെ വായിച്ചു പോവുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇത് കുഞ്ഞു ക്വസ്റ്റ്യൻ കൂടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. നോക്കാം. Who attends to the patient on a mechanical ventilator? അല്ലെ, ഈ വെന്റിലേറ്ററിൽ ആരൊക്കെയാണ് രോഗിയെ പരിചരിക്കുന്നതെന്നാണ് ഇനി നോക്കുന്നത്. The patient who are mechanically ventilated, care providers like physicians, anesthetists,
pulmonary specialist and physiotherapist or respiratory therapist and nurse are liable to take care of them. അല്ലെ, ലയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം എന്നൊക്കെ പറയാം അല്ലെ. അപ്പോ ആരൊക്കെയാണ്? ഫിസിഷ്യൻ ഉണ്ടാകും, അതുപോലെ തന്നെ അനസ്തേഷ്യസ്റ്റ് അല്ലെ, അതായത് നമുക്കറിയാം നമ്മുടെ ഓപ്പറേഷനൊക്കെ സർജറിക്കൊക്കെ ഒരു അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും അല്ലെ. അദ്ദേഹമാണ് നമ്മൾ അനസ്തേഷ്യ ചെയ്യുന്നത്. മറ്റു ഫിസിഷ്യനോ അല്ലെങ്കിൽ മറ്റു നേഴ്സ് ആയിരിക്കില്ല. അതിന് പകരം സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും വന്ന് എടുക്കുന്നത്. അതുപോലെ തന്നെ പൾമണറി സ്പെഷ്യലിസ്റ്റ്. ആരാ പൾമണറി സ്പെഷ്യലിസ്റ്റ്? പൾമണറി റിലേറ്റഡ് ടു എന്താണ് പൾമണറി? ഏത് വിഭാഗമാണ് പൾമണറി? ലങ്സ്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഡോക്ടർ. ഇതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാകും. Then or respiratory therapist means ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ശ്വസന സംബന്ധമായിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റ്. Then nurse. ഇത്രയും പേരാണ് ഒരു മെക്കാനിക്കൽ വെന്റിലേറ്ററിന്റെ ഉള്ളിൽ നമുക്ക് കെയർ നൽകുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. Then next one, the administration must make sure. എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്നാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നോക്കാം. The preventive maintenance of equipment to be done periodically. അതായത് ഉപകരണങ്ങളുടെ അവിടെ കുറെ എക്യുപ്മെന്റ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു. വെന്റിലേറ്ററില് ഒത്തിരി മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അത് കൂടാതെ തന്നെ എന്താണ് ഒത്തിരി എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഈ എക്യുപ്മെന്റ്സുകളുടെ അറ്റകുറ്റപ്പണികളൊക്കെ എടുക്കണം, മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ബാറ്ററി ഒക്കെ ഫുൾ ആണോ, അല്ലെങ്കിൽ ബാറ്ററി തീർന്നിട്ടുണ്ടെങ്കിൽ പുതിയ ബാറ്ററി ഇട്ട് കൊടുക്കുക അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പീരിയോഡിക്കലി മീൻസ് ആനുകാലികമായിട്ട് മീൻസ് ഡെയിലി കാര്യങ്ങൾ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ആ ഒരു അറ്റ് ടൈമില് പേഷ്യന്റിനെ നമ്മൾ ഓൾറെഡി വെന്റിലേറ്ററിലാക്കി, അപ്പൊ ഏതെങ്കിലും മെഷീൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ്. സോ അത് ആനുകാലികമായിട്ട് തന്നെ എന്ത് ചെയ്യാം, എക്യുപ്മെന്റിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റാം. ഇപ്പൊ എന്തെങ്കിലും റിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ബാറ്ററി ഒക്കെ ഫുൾ ആണോ വർക്കിംഗ് ആണോ എന്നൊക്കെ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യുക. Then obtainability of well-trained staff in care of patient in ventilator. Obtainably അല്ലെ, അപ്പൊ പരിശീലിക്കുന്ന നന്നായിട്ട് പരിശീലനം ലഭിച്ച ഒരു obtainably എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു പരിശീലനം ലഭിച്ചവരായിരിക്കണം പേഷ്യൻസിനെ വെന്റിലേറ്ററിലെ കെയർ കൊടുക്കേണ്ടത്. ഈ നമുക്കറിയാം ഹോസ്പിറ്റലിലെ ICUവിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ഈ ICUവിൽ നിൽക്കുന്ന സ്റ്റാഫുകളും അതുപോലെ ലേബർ റൂമിൽ സ്റ്റാഫുകൾ അല്ലെങ്കിൽ അതുപോലെ വെന്റിലേറ്ററിലെ സ്റ്റാഫുകൾ, ഇവര് ആ ഒരു സെക്ഷനിലായിരിക്കും അവർക്ക് എക്സ്പോർട്ടഡ് ആയിട്ടുള്ളത് അല്ലെ. അവർക്ക് അതിന്റെ സ്പെഷ്യൽ ട്രെയിനിങ്ങും മറ്റും ലഭിച്ചവരായിരിക്കും. ഒരു സാധാരണ ഒരു ANMO അങ്ങനെയുള്ള ഒരു നഴ്സ് വന്ന് ലേബർ റൂമിൽ നിൽക്കാറുണ്ടോ? ലേബർ റൂമിൽ നിൽക്കുന്ന ഒരു പേഷ്യൻസ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങും ലഭിച്ച സ്റ്റാഫുകളായിരിക്കും ഈ ഒരു ഓരോ സെക്ഷനിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ വെന്റിലേറ്ററിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ അവര് എക്സ്പോർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവർക്ക് അതിന്റെ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും വെന്റിലേറ്ററിൽ നിൽക്കുന്നത്. കാരണം അവർക്ക് അത് മോണിറ്ററിംഗും കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടുള്ളൂ അല്ലെ. അതുപോലെ എക്യുപ്മെന്റ്സും മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതും മറ്റും അറിയാവുന്നത് ഈ ഒരു സ്റ്റാഫിന് മാത്രമായിരിക്കും. സോ വെൽ ട്രെയിനഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം വെന്റിലേറ്ററിൽ നിൽക്കേണ്ടത്. സ്ട്രിക്ട് പ്രോട്ടോകോൾസ് ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ തന്നെ പാലിക്കണം. നമ്മൾ പറഞ്ഞു വെന്റിലേറ്ററിൽ ഒരു ബൈസ്റ്റാൻഡർക്കോ അല്ലെങ്കിൽ മറ്റു വേറെ വ്യക്തികൾക്കോ പ്രവേശനമില്ല. ഉണ്ടോ? ഇല്ലേ? നമ്മൾക്ക് അങ്ങനെ വെന്റിലേറ്ററിലേക്ക് ആർക്കെങ്കിലും പ്രവേശനമുണ്ടോ? ഈ ഒരു മെഡിക്കൽ സ്റ്റാഫുകൾക്ക് പുറമെ പാലിച്ചുകൊണ്ടാണ് നമ്മളിത് ആ പ്രോട്ടോകോൾസ് പാലിച്ചുകൊണ്ടാണ് ഈ വെന്റിലേറ്ററിൽ പേഷ്യൻസിന് അല്ലെങ്കിൽ ഓരോ സെക്ഷനിൽ മൂവ് ചെയ്യുന്നത്. എന്ത് പറ്റി? സ്റ്റക്ക് ആവുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആണോ അല്ലെങ്കിൽ സ്റ്റക്ക് ആയി പോണോ? എന്താ സംഭവം? പറയൂ. ഇപ്പൊ ഓക്കെ ആയി, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട് അല്ലെ? ഓക്കെ. അപ്പോ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ സ്റ്റക്ക് വരുന്നുണ്ടായിരുന്നോ? ആദ്യത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ സ്റ്റക്ക് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇപ്പോ ആണോ ഇങ്ങനെ വരുന്നത്? ഓക്കെ. അതെന്ത് പറ്റി? നമ്മളുടെ ക്ലാസ്സിലാണോ സ്റ്റക്ക് ആവുന്നത്? ഇപ്പൊ ഓക്കെ ആണോ? വലിയ ബുദ്ധിമുട്ടില്ലാണോ? ക്ലാസ് കഴിഞ്ഞ് നമ്മൾ 2 പോയിന്റ്സും കൂടി ഉള്ളൂ. ഓക്കെ, നോക്കാം. അപ്പോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് എന്ത് ചെയ്യാ വെന്റിലേറ്ററിൽ പാലിക്കുക. Then sufficient resource should be available.
ആവശ്യമായിട്ടുള്ള വിഭവങ്ങള് എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള വിഭവങ്ങളുടെ ലഭ്യത അല്ലെ. വിഭവങ്ങളോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്യുപ്മെന്റ്സും മറ്റും സംഭവങ്ങളൊക്കെയാണ്. എല്ലാ വെന്റിലേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും അതുപോലെ മറ്റു ഉപകരണങ്ങളും ആവശ്യം പോലെ എന്ത് വേണം, അവിടെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഇത്രയും 4 പോയിന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, മെയിൻറ്റെയിൻ എക്യുപ്മെന്റ് ടു ബി ഡൺ പീരിയോഡിക്കലി അല്ലെ. ആനുകാലികമായിട്ട് മെയിൻ്റെനൻസ് ഒക്കെ എക്യുപ്മെന്റുകൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. Then well trained staff in care of patient in ventilator. വെന്റിലേറ്ററിൽ എന്താണ്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ആയിരിക്കണം നിലനിർത്തേണ്ടത്. Then strict protocols the care of ventilator patients. അല്ലെ, വെന്റിലേറ്ററിൽ പ്രോട്ടോകോൾസ് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് തന്നെ പാലിക്കുക. Then sufficient resource should be available. അവിടെ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളുടെ ലഭ്യത. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. അതിൽ കുറച്ച് വേർഡുകൾ പറഞ്ഞു, അപ്പൊ അതിന്റെ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാം. ഫസ്റ്റ് ഇടയ്ക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിടാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടില് ഒരു മെഡിക്കൽ വെന്റിലേറ്റർ എന്താണെന്നും, അല്ലെങ്കിൽ ആ ഒരു വെന്റിലേറ്ററിൽ മെയിൻ ആയിട്ട് ഒരു വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ആ വെന്റിലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർക്കും ഓക്സിജന്റെ അളവ് മീൻസ് കുറവുള്ള പേഷ്യൻസിനും ഇങ്ങനെയൊക്കെ ഓക്സിജന്റെ അളവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്. ദെൻ ഏതൊക്കെ കണ്ടീഷൻസിലാണ് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നതാണ് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു. ഇതില് ARDC അതുപോലെ COPD ഇമ്പോർട്ടന്റ് ആണ്. ARDSും അതുപോലെ COPD മീൻസ് നമ്മൾ ഓക്സിജന്റെ അളവ് ഒരു കുറയുന്ന അവസ്ഥയെയാണ് നമ്മൾ എന്ത് വിളിക്കുക, COPD അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഹൈപ്പർ ക്യാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ അല്ലെ, അതായത് ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മൈനസ്തിയ ഗ്രാവിസ് അല്ലെ, എന്തായിരുന്നു, പേശികളുടെ ബലഹീനത, പേശികളുടെ ബലക്കുറവ് സംഭവിക്കുന്നത്. അപ്പൊ ഇത് 4 ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, നമുക്ക് കുറച്ചും കൂടി ഒരു മെഡിക്കൽ ടേം ആണ്. അപ്പൊ അത് സെപ്പറേറ്റ് നമ്മൾ നോട്ട് എഴുതിയിട്ടുണ്ട്, അതനുസരിച്ച് എന്ത് ചെയ്യാം, പഠിക്കാം. ദെൻ നമ്മൾ സർജറി ആ ഒരു ടൈമിലൊക്കെയാണ് കൂടുതലും വെന്റിലേറ്റർ യൂസ്ഫുൾ ആകണമെന്ന് പറഞ്ഞു. സർജറിയുടെ ആ ഒരു ടൈമിൽ അനസ്തേഷ്യ ലഭിച്ച പേഷ്യൻസിനൊക്കെ ഇത് യൂസ്ഫുൾ ആവുന്നതാണ്. ദെൻ നമ്മുടെ എയർവേസ് എന്തൊക്കെയാണ്, നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിലെ എയർവേസ് എന്ന് പറഞ്ഞു. നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, ബ്രീത്ത് പൈപ്പ്, ദെൻ ലങ് ട്യൂബ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ദെൻ എന്തൊക്കെയാണ് മോണിറ്ററൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ നോക്കി. ദെൻ മെക്കാനിക്കൽ വെന്റിലേഷൻ ബെനഫിറ്റ്സ്, എന്തൊക്കെ കാരണങ്ങളാലാണ് ബെനഫിറ്റബിൾ ആയിരിക്കുന്നതെന്ന് നോക്കി. ദെൻ റിസ്കുകളാണ് നമ്മൾ നോക്കിയത്. ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂ, പൾമണറി എഡീമ, ബ്ലഡ് ക്ലോട്ട്സ്, അതുപോലെ തന്നെ ഡിമെൻഷ്യ, ഫ്ലൂയിഡ് ഓവർലോഡ്, ദെൻ ലങ് ഇഞ്ചുറി. ഇത്രയുമാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ. റിസ്കിൽ നമ്മൾ നോക്കി വോക്കൽ കോഡ് എന്താണെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൾമണറി എഡീമ എക്സാമിന് ചോദിക്കാറുണ്ട്, അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം. ഡിമെൻഷ്യ, മറവി അല്ലെ, നമ്മൾ പറഞ്ഞു ലാംഗ്വേജിലും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങും മറ്റും നമുക്ക് മറന്നു പോകുന്ന ഒരു അവസ്ഥ. ലങ് ഇഞ്ചുറി നമ്മൾ പറഞ്ഞു, കൂടുതൽ എയർ നോർമൽ ലിമിറ്റിനേക്കാളും എയർ കൂടുതലായിട്ട് നിറയുമ്പോഴും അതുപോലെ തന്നെ ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഇടക്ക് എയർ തിങ്ങുന്ന ഒരു അവസ്ഥ, ദാറ്റ് ഈസ് ന്യൂമോതൊറാക്സ്. ദെൻ ഓക്സിജന്റെ അളവ് കൂടുന്നത് ഇവിടെ പറഞ്ഞു. നോർമൽ സാച്ചുറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 96 ആണ്. ദെൻ ആരൊക്കെയാണ് ഒരു മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറഞ്ഞു അല്ലെ, ഡോക്ടർ ഉണ്ടാവും, ഫിസിഷ്യൻ ഉണ്ടാവും, അനസ്തേഷ്യസ്റ്റ് ഉണ്ടാവും, പൾമണറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ദെൻ റെസ്പിറേറ്ററി നേഴ്സ് ഉണ്ടാവും. ദെൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട ഉറപ്പുവരുത്തേണ്ട 4 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. വലിയ ബുദ്ധിമുട്ടില്ല, ചെറിയ കുറച്ച് മെഡിക്കൽ ടേമുകൾ ഉണ്ട്, അത് നമ്മൾ നോട്ട്സ് എഴുതിയിട്ടുണ്ട്, പഠിക്കാവുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇങ്ങനെ തോന്നി, വലിയ പാടായിട്ട് തോന്നിയോ, വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഒരു ചാപ്റ്റർ? ഇല്ല മാം, ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ. കുറച്ച് മെഡിക്കൽ ടേം ഉണ്ട്, അറിയാം, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്ത, നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം കേൾക്കുന്ന മെഡിക്കൽ ടേമുകളായിരിക്കും.
പക്ഷെ അത് വലിയ കുഴപ്പമില്ല, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം നമ്മള് ഈ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നത് ഫുള്ള് മെഡിക്കൽ ടേമുകളും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് അല്ലെ. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനുകളെ കുറിച്ച് പഠിച്ചു, വാർഡിനെ കുറിച്ച് പഠിച്ചു, ലേബർ റൂം എന്താണെന്ന് പഠിച്ചു അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ സെക്ഷനെ പറ്റി നമ്മൾ പഠിച്ച് അതിനോടടുത്ത് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ അല്ലെ. ഇപ്പൊ വെന്റിലേറ്റർ എന്താണെന്ന് നമുക്ക് വലിയ ധാരണ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല അല്ലെ. കാരണം കൂടുതലും നമുക്ക് വെന്റിലേറ്ററിൽ ഇതുപോലെ അലൗഡ് അല്ല, അതുപോലെ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയാൻ പാടില്ലായിരിക്കാം അല്ലെ. ആണോ? അങ്ങനെയാണോ? പക്ഷെ ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിലൂടെ അല്ലെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റില്ലേ വെന്റിലേറ്ററിൽ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്, കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇല്ലേ? ഓക്കെ, അത്യാവശ്യം ഒരു ഔട്ട്ലൈൻ പോലെയാണ് ഈ ഒരു ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഇതിലും കൂടുതൽ കാര്യങ്ങൾ വെന്റിലേറ്ററിലൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും ഓൾമോസ്റ്റ് നമുക്ക് ഇത്രയും മതി പഠിക്കാനായിട്ട് അല്ലെ. മാം വെന്റിലേറ്ററിന്റെ പിക്ചർ ഒന്ന് കാണിക്കാമോ? ഒന്ന് കാണിക്കാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, പിക്ചർ അല്ലേ? സ്ക്രീൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ട് മാം. ഓക്കെ, ഈ പ്രസന്റേഷൻ നമ്മൾ എടുത്തിട്ടില്ല കാരണം കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോ നെക്സ്റ്റ് ക്ലാസ് കയറിയപ്പോഴേ ആ പിക്ചർ അതിൽ നിന്ന് പിക്ചർ ഉണ്ട്, പക്ഷെ അത് ഓപ്പൺ ആയിട്ട് ചെറിയ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഞാൻ നെക്സ്റ്റ് ടൈമിൽ നോക്കാം കേട്ടോ. കാരണം നമ്മളെ അടുത്ത ക്ലാസ് കയറുമ്പോ ഓൾറെഡി പ്രസന്റേഷൻ അത് പോകും. ഓക്കെ, ഇത് ഓർത്തില്ല കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും അത് ഓർത്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യണം. ദെൻ ഫുൾ ഫോം എഴുതണുണ്ടോ എല്ലാവരും? ഇടക്കിടക്ക് ഞാൻ ചോദിക്കുന്നതാണ്, കുഞ്ഞു കുട്ടികളോട് ചോദിക്കുന്നത് പോലെ എഴുതണുണ്ടോ? എഴുതുന്നുണ്ട് മാം. ഓക്കെ, ദെൻ എക്സാം ഞാൻ പറയാട്ടോ. നമുക്ക് മൺഡേ വരുന്നുണ്ടോ? മൺഡേ അല്ലേ നമുക്കുള്ളത് അല്ലെ? നെക്സ്റ്റ് മൺഡേ നമുക്ക് എക്സാം ഉണ്ടല്ലോ. നെക്സ്റ്റ് മൺഡേ. അപ്പൊ നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ടൈം ഉണ്ടല്ലോ പഠിക്കാനായിട്ട്. സാറ്റർഡേ സൺഡേ ബാക്കി പരിപാടികളൊക്കെ പൊയ്ക്കോളൂ. പക്ഷെ എന്താ പഠിക്കാൻ കുറച്ച് സമയമൊക്കെ ഒന്ന് മാറ്റി വെക്കും. ഓക്കെ, സൺഡേ എന്താ അബ്രിവേഷൻ ആണോ അതോ ഇല്ല? നമ്മൾ ചാപ്റ്റർ മീൻസ് നമുക്കിപ്പോ എത്ര ചാപ്റ്റർ ഇപ്പൊ കഴിഞ്ഞു? നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ ആണ് കഴിഞ്ഞത്? വാർഡ് കഴിഞ്ഞില്ലേ? നമുക്ക് വാർഡ് കഴിഞ്ഞു, 7 ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഏതൊക്കെയായിരുന്നു അത്? ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഹോസ്പിറ്റൽ വാർഡ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ലേബർ റൂം ആൻഡ് വെന്റിലേറ്റർ. ഓക്കെ, അപ്പൊ ഈ ഒരു 7 ചാപ്റ്റർ ഇപ്പൊ ലേബർ റൂം കൂടി കഴിഞ്ഞല്ലോ. അപ്പൊ ഇതിലും കൂടി ഇൻക്ലൂഡ് ചെയ്യാലോ. ഇതിലും കൂടി ഇൻക്ലൂഡ് ചെയ്തോട്ടെ എക്സാമിന്. ഓക്കെ ആണോ? ഓക്കെ മാം. എക്സാം ആയിട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ അതിൽ നിന്ന് ഈ ഒരു ഇത്രയും ചാപ്റ്ററിൽ നിന്നുള്ള മീൻസ് ആ ഒരു ഫുൾ ഫോമുകൾ മാത്രം ക്വസ്റ്റ്യൻ പോലെ പറഞ്ഞാൽ മതിയോ? എന്താ ചെയ്യുന്നത്? എക്സാം ആയിട്ട് എക്സാം മതിയോ? ഓക്കെ, അപ്പോ ഇത്രയും ചാപ്റ്റർ കേട്ടോ. ഇപ്പൊ പറഞ്ഞ 7 ചാപ്റ്റർ. നെക്സ്റ്റ് ഇനി തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ വേണ്ട, നോക്കണ്ട. നമ്മൾ വെന്റിലേറ്റർ വരെ പഠിച്ചല്ലോ. അപ്പൊ അതിൽ നിന്ന് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എടുത്തെടുത്ത് പറയില്ല. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി സെപ്പറേറ്റ് നോട്ട്ബുക്ക് എടുക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു നോട്ടിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ എഴുതിയാൽ മതി ഇതുവരെയുള്ള ഇത്. കാരണം എക്സാമിന് ഇതുപോലെ ഒത്തിരി ചോദിക്കാറുണ്ട് അല്ലെ. നമുക്ക് കുറെ എക്സ്പ്ലനേഷൻ ഫോമുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചു കഴിയുമല്ലോ. ഓക്കെ, അപ്പൊ മൺഡേ മറക്കണ്ട. ഇനി ദിവസങ്ങളുണ്ട്, ഇടക്കിടക്ക് ഞാൻ ഓർമ്മിപ്പിച്ചേക്കാം. ഓക്കെ,
നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി മൺഡേ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഒരു 10 മാർക്കിലോ അല്ലെങ്കിൽ 20 മാർക്സിലോ മതിയല്ലോ. എല്ലാ ഫുൾ ഫോമുകളൊന്നും വേണ്ട. അത്യാവശ്യം കോമൺ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫുൾ ഫോമുകൾ മാത്രമേ ഇടുന്നുള്ളൂ. ഓക്കെ, ഒരു 10 അല്ലെങ്കിൽ 20 മാർക്കിന്റെയോ മതിയല്ലോ. നമുക്ക് ടൈം കിട്ടില്ലല്ലോ അത്ര എക്സാം ഇടാനായിട്ട്. ഓക്കെ, നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി വെക്കാൻ പറ്റുന്നത് പോലെ 2 ദിവസമായിട്ടോ അല്ലെങ്കിൽ 1 ദിവസമായിട്ടോ ഒക്കെ നമുക്ക് എക്സാം ഇടാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. മാം ഒരു ഒബ്ജക്ഷൻ ഉണ്ട്. ചോദിച്ചോ മാം. ടൈം കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ Okay. നമുക്ക് തിങ്കളാഴ്ച മാറ്റിയിട്ട് നമുക്ക് ബുധനാഴ്ച ആണെങ്കിൽ സെക്കൻഡ് പീരീഡ് ആണല്ലോ, 12:30 വരെ ആണല്ലോ. ഒരു 5 മിനിറ്റ് എക്സസൈസ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, നല്ല ഐഡിയ ആണ് അല്ലേ? ആൾക്ക് ഐഡിയ തോന്നി. അങ്ങനെയെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. മനസ്സിലായി മതിയോ? ഓക്കെ, ഓക്കെ, അങ്ങനെയെങ്കിൽ വെനസ്ഡേ എടുക്കാം. ശരിയാണ്. കാരണം നമുക്ക് നമ്മളുടെ പോർഷൻസ് നീങ്ങണം. അതനുസരിച്ച് അപ്പൊ എക്സാമിന് വേണ്ടി ഒത്തിരി ടൈം കളയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതുപോലെ സെക്കൻഡ് പീരീഡ് ആവുമ്പോ കുഴപ്പമില്ല. നിങ്ങൾ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഓക്കെ. നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ അതെ, അങ്ങനെ ചെയ്യാം. അതാവുമ്പോ നമുക്ക് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൂടിയാലും കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് 12:30 വരെ ഇരിക്കാൻ മാത്രം പറ്റുമെന്ന് ആരെങ്കിലും ഉണ്ടോ? ആ ടൈം മാത്രം? അങ്ങനെ ഇല്ലല്ലോ. ഇല്ല മാം. അങ്ങനെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നിങ്ങൾ ഓക്കെ. അപ്പൊ ഓക്കെ, വെനസ്ഡേ ഇടാം. അപ്പൊ ഒത്തിരി ടൈം ഉണ്ട്. ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാം കേട്ടോ, പഠിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം.